ഈ വീഡിയോയിൽ ഇറാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ഡെവലപ്മെൻറ്റ്സ് ആണ് നോക്കുന്നത്. ഇതിൽ ബെഞ്ചമിൻ നെതന്യാഹു ഒരു വീഡിയോ, അത് ഇറാനിയൻ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഒരു വീഡിയോ ചെയ്തത്. ആ വീഡിയോയ്ക്ക് തുടക്കത്തിൽ തന്നെ പുള്ളി ക്ലീൻ വാട്ടർ എടുത്ത് ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിവെള്ളം, ഒരു ഗ്ലാസ് വെള്ളം, ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കുടിക്കുന്നുണ്ട്. അത് സിംബോളിക്കായിട്ട് പുള്ളി പറയാൻ ശ്രമിച്ചത് ഇറാനിൽ കുടിവെള്ളമില്ല എന്നുള്ളതാണ് സിംബോളിക്കായിട്ട് പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതിലൂടെ പറഞ്ഞ വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേലും ഇതേപോലെ ഡെസേർട്ട് തന്നെയായിരുന്നു. പക്ഷേ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ഞങ്ങൾ വാട്ടർ ശുദ്ധീകരിച്ച് അതിന് പല ടെക്നോളജി അവർ ഉപയോഗിക്കുന്നുണ്ട്. ആ രീതിയിൽ ഇറാൻ ഇസ്രായേലേക്കാളും വളരെ നാച്ചുറൽ വിഭവങ്ങൾ സമൃദ്ധമായിട്ടുള്ള രാജ്യമാണ്. അതുകൊണ്ട് വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ സാധിക്കും. പക്ഷെ അതിന് വേണ്ടത് ഇറാൻ ഇസ്രായേൽ ജനങ്ങൾ തമ്മിലുള്ള ആ ഒരു കോഓപ്പറേഷൻ, അതാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ ഇറാനിയൻ ജനങ്ങളെ സഹായിക്കാൻ ഇസ്രായേൽ തയ്യാറാണെന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് നെതന്യാഹു പറഞ്ഞു വെച്ചത്. ഇത് IRGC റെജീമിനിട്ട് കൊടുക്കുന്ന ഒരു കൊട്ടാണ്. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അടുത്ത് നിങ്ങൾ കാണുന്ന വീഡിയോ ഇറാന്റെ ഉള്ളിലേക്ക് കുടിവെള്ളം എത്തിക്കുകയാണ്. അതായത് കുടിവെള്ളം ടാങ്കറിൽ എവിടെ നിന്നൊക്കെയോ അടിച്ച് കയറ്റി കൊണ്ടുവന്ന് ഇറക്കാണ്. തെഹ്റാൻ സിറ്റിക്കുള്ളിൽ തന്നെ കുടിവെള്ളത്തിന് വലിയ ക്ഷാമമാണ് നേരിടുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു നദീജല സ്രോതസ് വരണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കംപ്ലീറ്റ് ഡ്രൈ, തറ കാണുന്ന രീതിയിലാണ് കിടക്കുന്നത്. ഇത് ഒരു കാലത്തും ഇതിങ്ങനെ ഉണങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഈ വർഷം ഈ ഉണക്ക് അതിരൂക്ഷമായിട്ട് ഇറാനെ പിടിച്ചുലുക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്ഫഹാനിൽ ഒരു പെട്രോളിയം പ്രോഡക്റ്റ് മാനുഫാക്ചറിങ് കമ്പനി കത്തി നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രംഗമാണ് നിങ്ങൾ കാണുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇത് എന്തിനാണ് ഈ പെട്രോളിയം കമ്പനി കത്തി നശിക്കുന്നത് എന്നുള്ള വിവരം ഞാൻ വേറൊരു സോഴ്സിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ആ സോഴ്സിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, കുറച്ചുകൂടെ വിവരങ്ങൾ നോക്കിയിട്ട് ഞാൻ പറയാം. സുവൈദയിൽ, സിറിയയിൽ കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ അവിടെ ഇപ്പോഴും ഉണ്ട്, ഉള്ളിൽ തമ്പടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവന്മാർ പറയുന്നത് ഈ സുവൈദയിൽ പല രീതിയിലുള്ള ക്രൂരകൃത്യങ്ങൾ നടന്നിട്ടുണ്ട്. ഞാൻ മുൻകൂട്ടിയെ പറഞ്ഞിട്ടുണ്ട്, പലതരത്തിലുള്ള വീഡിയോകളും പുറത്തിറങ്ങാനിരിക്കുന്നതേ ഉള്ളൂ. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയോടൊപ്പം തന്നെ കുറേ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരും കൂടി ഈ ഇസ്ലാമിസ്റ്റുകളുടെ തോക്കിന് ഇരയായിട്ടുണ്ട്. അത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കുറച്ച് ഇസ്ലാമിസ്റ്റുകൾ അവിടെ നിന്ന് ആഹ്വാനം ചെയ്യുന്നുണ്ട്. എന്താണ് അവർ പറയുന്നത് പറഞ്ഞാൽ, ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്തവ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല, അതുകൊണ്ട് ഞങ്ങൾ ഏത് വിധേനയും ഈ ഡ്രൂസുകൾക്കെതിരെ വീണ്ടും ആക്രമണം നടത്തുമെന്ന് തന്നെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തക്ബീറൊക്കെ മുഴക്കുന്നുണ്ട് അവർ. അതിലുപരിയായിട്ട് അവർ ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നേരെ അവരുടെ ടാർഗറ്റ് കുർദുകളാണെന്നും കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം അതായത് സിറിയയിലെ സ്റ്റോറി അങ്ങനെ തീരത്തില്ല എളുപ്പത്തിൽ. ഇത് കഴിഞ്ഞിട്ട് കുർദുകളുടെ അടുത്തേക്ക് പോവാണ്. അവിടെ പോകുമ്പോഴത്തേക്ക് ശരിക്കും പെടും, അത് ഉറപ്പാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള ഫോഴ്സാണ് കുർദുകളും ഇവരും തമ്മിൽ. അപ്പം എന്തായാലും നല്ലൊരു ഏറ്റുമുട്ടൽ ഇവിടെ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് വൈകാതെ തന്നെ ഉണ്ടാവും. കാരണം ഇവർക്ക് ഈ ഫൈറ്റ് ചെയ്യാതിരിക്കാൻ പറ്റില്ല, അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. അതുപോലെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിന് ഉള്ളിൽ കുറച്ച് പൈപ്പ് ബോംബുകൾ കണ്ടെത്തിയിട്ടുണ്ട്. പൈപ്പ് ബോംബുകൾ എന്ന് പറഞ്ഞാൽ ഇവർ ഈ വാട്ടർ കണക്ഷൻ പോകുന്ന പൈപ്പുകൾ, അതേപോലെ അത് ഇരുമ്പിൻ്റെ പൈപ്പ് ആയിക്കോട്ടെ, അതേപോലെ ഈ PVC പൈപ്പുകളായിക്കോട്ടെ, ഇതൊക്കെ ഇവർ അതായത് ചെറുതായിട്ട് പല സൈസുകളിൽ പല അളവുകളിലൊക്കെ മുറിച്ചെടുത്ത് അതിനെ ബോംബായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമാണ് വെസ്റ്റ് ബാങ്കിൻ്റെ ഉള്ളിൽ നടക്കുന്നത്. ഇത് തീർച്ചയായിട്ടും ഇസ്രായേലിൻ്റെ IDF ഫോഴ്സിനെ ടാർഗറ്റ് ചെയ്ത് തന്നെയാണ് ഇവർ ഇത് ഉൽപ്പാദിപ്പിച്ച് വെച്ചിരിക്കുന്നത്. അതെന്തായാലും ഇസ്രായേൽ അത് കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ഇതുപോലെ എത്ര എണ്ണം ഉണ്ടെന്നുള്ളത് നമുക്കറിയില്ല. ഈ വെസ്റ്റ് ബാങ്ക് ആയിക്കോട്ടെ, ഗാസ ആയിക്കോട്ടെ, ഇതിൻ്റെ എല്ലാം ഉള്ളിലുള്ള അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ഈ ടോം ബറാക്ക് എന്ന് പറഞ്ഞ അമേരിക്കയുടെ സ്പെഷ്യൽ എൻവോയ് സിറിയയ്ക്ക് വേണ്ടിയിട്ടും അതേപോലെ ഈ മിഡിൽ ഈസ്റ്റിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വരുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഈ സ്റ്റീവ് വിറ്റ്കോഫിനെ കൊണ്ടൊന്നും സാധിക്കില്ല കാര്യങ്ങൾ. പുള്ളിയുടെ കാര്യപ്രാപ്തി അത്ര പോരാ. അപ്പം അതുകൊണ്ട് സ്റ്റീവ് വിറ്റ്കോഫ് ഉണ്ട് ഇല്ല എന്നില്ല. സ്റ്റീവ് വിറ്റ്കോഫ് ഫുള്ളി ഫോക്കസ്ഡ് ഓൺ ഹമാസ്, ഖത്തർ, ഇസ്രായേലുമായിട്ടുള്ള സീസ് ഫയർ, ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്, ഒരു കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ മിഡിൽ ഈസ്റ്റിൽ ടോം ബറാക്കിനെയാണ് ഇപ്പം ഇറക്കി വിട്ടിരിക്കുന്നത്. ടോം ബറാക്ക് 22-ാം തീയതി ഇന്നലെ ലെബനാൻ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലെബനാൻ്റെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഇസ്രായേലിൻ്റെ IDF ഫോഴ്സിനെ ലെബനാനിൽ നിന്നൊന്ന് പുറത്താക്കി തരണം എന്നുള്ളതാണ് ലെബനാൻ്റെ റിക്വസ്റ്റ്. അപ്പം ടോം ബറാക്ക് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇസ്രായേലിൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും പറ്റത്തില്ല. കാരണം ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, നിങ്ങൾ ഈ ഹെസ്ബുള്ളയെ ഡിസാം ചെയ്ത്, അതായത് അവരുടെ ആയുധം താഴ്ത്തിയിട്ട് അവരെ ഒന്നെങ്കിലും മടങ്ങിപ്പോകാൻ പറയുക, ഇല്ലെങ്കിൽ അവരെ ഇരിക്കുന്ന സ്ഥലം അറിയാതെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒതുങ്ങി കൂടി ഇരിക്കാൻ പറയുക എന്നാണ് പുള്ളി പറഞ്ഞിട്ട് പോയത്. അവിടെ ഈ മാധ്യമപ്രവർത്തകരൊക്കെ ഈ പുള്ളിയെ വളഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് എന്താണ് ഡെവലപ്മെൻറ്റ്സ് അത് ഇതൊക്കെ പറഞ്ഞുകൊണ്ട്. പുള്ളി വേറെ ഒന്നും പറയാൻ നിന്നില്ല, ജസ്റ്റ് അങ്ങ് പോവുകയാണ് ചെയ്തത്. ഇറാൻ്റെ ഉള്ളിൽ നഷീം ഷാർ എന്ന് പറഞ്ഞ ആ ഒരു സിറ്റിയിൽ 1 മില്യൺ ആൾക്കാർക്ക് കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. ടാങ്കറിലാണ് കൊണ്ട് എത്തിച്ചത്. പല സ്ഥലങ്ങളിൽ നിന്നും കുടിവെള്ളം ശേഖരിച്ച്
സിറ്റികളിൽ താമസിക്കുന്ന ആൾക്കാർക്ക് കൊണ്ട് എത്തിക്കുകയാണ്. ആ രീതിയിലാണ് അവിടുത്തെ വരൾച്ച. ഇനി ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അത് ഇറാൻ്റെ ഉള്ളിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറി, ഒരു പെട്രോളിയം കമ്പനിയുടെ പൊട്ടിത്തെറി. അത് സ്വാഭാവികമായിട്ട് ഉണ്ടായതാണ്, ഗ്യാസ് കൊണ്ടുണ്ടായ പൊട്ടിത്തെറിയാണെന്നൊക്കെ ഇറാൻ പല രീതിയിലുള്ള വീരവാദവും ക്ലെയിമൊക്കെ അടിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് യാഥാർത്ഥ്യം നമ്മൾ കൂട്ടി വായിച്ചപ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത്, യാഥാർത്ഥ്യം നമ്മൾ കൂട്ടി യോജിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ഇത് കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ അറ്റാക്ക് തന്നെയാണ്. അതിൽ യാതൊരു മാറ്റമില്ല. US ട്രഷറി ഒരു 5 കമ്പനികൾക്കും അതോടൊപ്പം 2 വ്യക്തികൾക്കും, അതായത് ഇറാനിയൻ പൗരന്മാരായിട്ടുള്ള 2 ബിസിനസ്മാൻ, 2 വ്യക്തികൾക്കും സാങ്ഷൻ ഏർപ്പെടുത്തുന്നുണ്ട്. ആ സാങ്ഷൻ ഏർപ്പെടുത്തുന്നതിൽ ഈ ഇന്ന് കത്തി നശിച്ച ഒരു പെട്രോളിയം കമ്പനിയില്ലേ, ആ പെട്രോളിയം കമ്പനിയും ഇതിൽ ഉൾപ്പെടുന്നുണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു അറ്റാക്കായിട്ട് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഈ കമ്പനി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ, ഈ കമ്പനി എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് പറഞ്ഞാൽ മണി ലോണ്ടറിങ്, കള്ളപ്പണം ഇടപാട് നടത്തുന്നത്. ഇവരെങ്ങനെയാണ് കള്ളപ്പണം ഇടപാട് നടത്തുന്നത്? അതായത് ചില സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറ്റി അയക്കുക, എന്നിട്ട് ആ സാധനത്തിൻ്റെ പേരിൽ എവിടെയെങ്കിലുമൊക്കെ ഇരുന്ന്, ചിലപ്പോൾ US UK യൂറോപ്പിൽ നിന്നോ ആൾക്കാർ ആ സാധനം വലിയ തോതിൽ പർച്ചേസ് ചെയ്യും. വലിയ തോതിൽ പറഞ്ഞാൽ വലിയ ക്വാണ്ടിറ്റി അല്ല, ഒരു പ്രോഡക്റ്റിൻ്റെ വില തന്നെ 1000-കണക്കിലും 10,000-കണക്കിലും ഡോളർ വില ഇട്ട് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഈ മണി ഓൺലൈൻ ത്രൂ ഇവർ പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്കും ആ മണി ബൈ ഡിഫോൾട്ട് അക്കൗണ്ടിലേക്ക് കയറുകയാണ്. അങ്ങനെ ഒരു രീതിയിൽ ഇവർ ട്രാൻസാക്ഷൻ നടത്തിയതായിട്ടുള്ള കണ്ടെത്തലുണ്ട്. അതിനെ തുടർന്നാണ്, അതായത് ഈ പെട്രോളിയം പ്രോഡക്ട്സ് യമനിൽ എത്തിക്കുകയാണ്. യമൻ ഇതിനെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ യമനും ഇതേപോലെ ചെറിയ ചെറിയ പ്രോഡക്റ്റുകൾക്ക് വലിയ തോതിൽ വിലയിട്ട് മേടിക്കുന്നതായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതായത് പല രാജ്യങ്ങളിൽ നിന്നും ഇവർ ഈ പ്രോഡക്റ്റ് കയറ്റി അയച്ചിട്ട് ഇതേപോലെ പൈസ സ്വരുക്കൂട്ടുന്നുണ്ട്. ഇതെല്ലാം തന്നെ ഇല്ലീഗലായിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇത് കണ്ടെത്തിയതിൻ്റെ പേരിലാണ് ഈ കമ്പനിയെ ബാൻ ചെയ്തിരിക്കുന്നത്. അത് ബാൻ ചെയ്ത് ഒരു 2 മണിക്കൂറിനകത്ത് ഇസ്രായേൽ കമ്പനി കത്തി നശിപ്പിച്ചിട്ടുണ്ട്. അത് ബാൻ ചെയ്ത് ഒരു 2 മണിക്കൂറിനകത്ത് തന്നെ ഈ ഒരു കമ്പനി പൊട്ടിത്തെറിച്ചിട്ടുണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇസ്രായേൽ ഇറാൻ്റെ ബാങ്കിൽ സൈബർ അറ്റാക്ക് നടത്തിയതിൻ്റെ പേരിൽ ക്രിപ്റ്റോ കറൻസിയിൽ ഏതാണ്ട് $90 മില്യൺ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് ഇറാന്. അത് ഏതാണ്ട് കൺഫേം ആയ കേസാണ്. ഇത് യുദ്ധം നടക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു വിഷയം പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇറാൻ്റെ സൈഡിൽ നിന്ന് ഇത് കൺഫേം ചെയ്തിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി മേഖലയിൽ $90 മില്യൺ നഷ്ടം ഇറാന് വന്നതായിട്ട് ഇറാൻ വാർത്ത പുറത്തുവിട്ടിട്ടുണ്ട്. ഗാസയ്ക്കുള്ളിൽ സ്റ്റാർവേഷൻ, പട്ടിണി മുഖാന്തരം, മാൽന്യൂട്രീഷന്റെ പേരിൽ കൊച്ചുകുട്ടികളും അതുപോലെ 20 അഡൽട്ട് ആയിട്ടുള്ള ആൾക്കാരും മരണപ്പെട്ടിട്ടുണ്ടെന്നുള്ള വാർത്ത ഹമാസ് തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് എങ്ങനെയെങ്കിലും ഒരു എയ്ഡ് ഹമാസിന്റെ കയ്യിലേക്ക് പോകണം. UN സൈഡിൽ നിന്ന് ഭയങ്കര പ്രഷറാണ്. എയ്ഡ് സംവിധാനം ഇപ്പോൾ ഇസ്രായേൽ നടപ്പിലാക്കുന്നത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞ് പല രീതിയിലും വാർത്തകൾ വരുന്നുണ്ട്. പക്ഷെ എന്നാലും ഇസ്രായേൽ അതിനൊരു ഗിവ് അപ്പ് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. പുതിയ ഹ്യൂമാനിറ്റേറിയൻ എയ്ഡ് സിറ്റി റഫയ്ക്കുള്ളിൽ പണിയാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് ഇസ്രായേൽ. ആ ഈ ഒരു ഹ്യൂമാനിറ്റേറിയൻ സിറ്റി പണിയുന്നതുമായിട്ടും 60 ദിവസത്തെ ഒരു ടെമ്പററി സീസ് ഫയർ ഇസ്രായേൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വലിയൊരു കണക്ഷൻ ഉണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കാം. ബെയ്ത് ഹാനൂനിലും ദേർ അൽ ബലായിലും ഇന്നലെ കനത്ത ആക്രമണം ഇസ്രായേൽ നടത്തിയിട്ടുണ്ട്. ഇതിൽ 2 ഇസ്രായേലി സോൾജേഴ്സ് ഇതിനകത്ത് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അതിലുപരിയായിട്ട് വിവിധ തലത്തിൽ പ്രവർത്തിക്കുന്ന ഹമാസിന്റെ കമാൻഡോസ് പലരും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള വാർത്തയും കൂടി വരുന്നുണ്ട് ഇതിനകത്ത്. നിങ്ങളിപ്പോൾ കാണുന്ന ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇത് നടക്കുന്നത് UK യിലാണ്. UK യിൽ സ്ഥിരം ഈ പ്രൊട്ടസ്റ്റ് നടക്കും. ഫ്രീ പാലസ്തീനും ഗ്ലോബൽ ഇന്തിഫാദയുടെയും ഒരു താവളമാണ് ഈ UK എന്ന് പറയുന്നത്. Universities flattened, heritage arranged. We're standing outside the Foreign Office protesting the arrival of a war criminal, Tomer Bar, who is the head of the Air Force, the Israeli Air Force. UK ഫോറിൻ ഓഫീസിന്റെ അടുത്താണ്, ഫോറിൻ മിനിസ്ട്രി ഓഫീസിന്റെ അടുത്താണ് ഈ ഒരു പ്രക്ഷോഭം അഥവാ ഈ ഒരു പ്രൊട്ടസ്റ്റ് നടക്കുന്നത്. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിന്റെ IAFന്റെ ഇസ്രായേലി എയർഫോഴ്സിന്റെ ചീഫ് പേഴ്സൺ ആയിട്ടുള്ള ടോമർ ബാർ UK വിസിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ UK യിൽ പുള്ളി എത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് അവിടെ സംഘടിപ്പിച്ചത്. ഈ ഫ്രീ പാലസ്തീൻ എന്ന് പറഞ്ഞ ഈ ടീമുകൾ, ഇത് നമ്പർ 1. ഇതിനടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗ്രീസിലും ഇതേപോലെ ഒരു പ്രൊട്ടസ്റ്റ്, ഗ്രീസിൽ ഇതേപോലെ ഈ ഫ്രീ പാലസ്തീൻ ടീമുകൾ അവിടെ ഉണ്ട്. ഏതൻസിലൊക്കെ ഇവരുടെ ചാകരയാണ്. ഏതൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഏതൻസ് ഒന്നും പഴയ ഏതൻസ് അല്ല. അതായത് ഞാൻ ഒരു തവണ ഈ ഒളിമ്പിക്സ് നടക്കുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽ ബ്യൂട്ടി ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ഏതൻസ് ഇപ്പോൾ ഇരിക്കുന്നത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനുഷ്യന്മാർ അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. ആ രീതിയിലാണ് ഏതൻസ് കിടക്കുന്നത്. നമുക്ക് കണ്ടു കഴിഞ്ഞാൽ തോന്നും ഏതോ രീതിയിൽ ഏതോ പാകിസ്ഥാനിലോ അല്ലെങ്കിൽ ബംഗ്ലാദേശിലോ നമ്മൾ ഒരു ചേരിയിലുള്ള ചെറിയ സ്ട്രീറ്റിനകത്ത് കയറി പോകുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെയും ഇവന്മാർ കൊടി പൊക്കിക്കൊണ്ടുവന്ന് ഒരു ഇസ്രായേലിൻ്റെ ഷിപ്പ് അവിടെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നപ്പോഴത്തേക്കും, ഒരു ക്രൂയിസ് ഷിപ്പാണ്, യാത്രക്കാർ സഞ്ചരിക്കുന്ന ക്രൂയിസ് ഷിപ്പ് അവിടെ ഡോക്ക് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴത്തേക്കും യുവമാർ കൊടി പൊക്കിക്കൊണ്ടുവന്ന്. അതായത് എവിടെയെങ്കിലൊക്കെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ഒന്ന് സംഭവിക്കുകയാണെങ്കിൽ ഉടനെ ഒന്ന് കൊടി പൊക്കുക. അവിടെയൊക്കെ പോയി കൊടി പൊക്കിയിട്ട് എന്ത് കാരണമാണുള്ളത്? യുവമാരെല്ലാം കൂട്ടത്തോടെ കൊണ്ട് ഗാസയിൽ കൊണ്ടിടണമെന്നേ. ഗാസയിൽ അവിടെ ടെന്റിന്റെ ഉള്ളിൽ കൊണ്ടിടണം. വളരെ ഭംഗിയായിട്ട് റെഡി ആയിക്കോളും. അപ്പോൾ യാഥാർത്ഥ്യം മനസ്സിലാവും, എവിടെയാണ് നമ്മൾ പോയി കൊടി പൊക്കേണ്ടത് എന്നുള്ള ബോധ്യം ഇവന്മാർക്ക് വരും. ഇല്ല, എവിടെയെങ്കിലും പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ സംഭവം കണ്ടു കഴിഞ്ഞാൽ ഉടനെ കൊടി പൊക്കുക എന്നുള്ള അവസ്ഥയാണ് ഇപ്പം. പ്രത്യേകിച്ച് വാട്ടർമെലൺ കൊടി, അത് എവിടെ പോയാലും ഉടനെ പൊക്കും. അങ്ങനെ പ്രതിഷേധക്കാരുടെ റിക്വസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഷിപ്പിനെ നേരെ സൈപ്രസിലേക്ക് വിട്ട് ഡോക്ക് ചെയ്യാൻ പറയൂ, അല്ലാതെ ഇവിടെ ഗ്രീസിൽ ഇത് ഡോക്ക് ചെയ്യാൻ സമ്മതിക്കത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതെല്ലാം കയറിപ്പോയ റെഫ്യൂജികളാണെന്നുള്ള ഓർമ്മയും കൂടി വേണം. ഈ റെഫ്യൂജികളാണ് ഇപ്പോൾ ഇവിടെ ഇങ്ങനത്തെ ഡിമാൻഡുകളൊക്കെ അവിടെ ഉന്നയിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.